അപ്സരയും ജാസ്മിനും കൂടി ആ ഒരു ജയിലിന്റെ അടുത്തുള്ള സീറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ലൈവിൽ കുറച്ചു നേരം മുമ്പ്. അപ്സരയാണെങ്കിൽ ഗബ്രിക്ക് കിട്ടിക്കൊണ്ടിരുന്ന 4, 3, 7 വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയുള്ള വെത്തപ്പാടിലായിരുന്നു. അപ്സര അവിടെ ഉണ്ട് എന്ന് ഇപ്പോഴാണ് കേട്ടോ ഓർത്തത്. 2 ആഴ്ചയായിട്ട് കാണുന്നതേ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് പൊങ്ങിയത്. ജാസ്മിനെ സമാധാനിപ്പിക്കുകയാണ് അപ്സര. നിങ്ങളുടെ പ്രണയമാണ് അവൻ പുറത്താവാൻ കാരണമെങ്കിൽ നീയും പുറത്തു പോകേണ്ടതായിരുന്നു, രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുറത്തു പോകേണ്ടതായിരുന്നു എന്നൊക്കെയാണ് അപ്സര പറയുന്നത്. എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ജാസ്മിൻ പറയുന്നു, ഞാനായിരുന്നു ചേച്ചി പുറത്തേക്ക് പോകേണ്ടത്, അവൻ നല്ല ഒന്നാം തരം ഗെയിമർ ആയിരുന്നു. ഉടനെ അപ്സര, ടാസ്കിൽ പെർഫോം ചെയ്യുന്നതായി കഴിഞ്ഞാലും പിന്നെ സംസാരിക്കുന്നതായി കഴിഞ്ഞാലും എല്ലാത്തിലും അവൻ അടിപൊളിയായിരുന്നു, അവൻ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന രീതി പറയുന്നു. ഗബ്രിയെ മാക്സിമം ബട്ടർ തേച്ചാൽ 4, 3, 7 വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഗബ്രി സീക്രട്ട് റൂമിലാണെങ്കിൽ അവൻ എന്നെ കണ്ടോണ്ടിരിക്കുകയാണ്, പക്ഷെ എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നു. അയ്യോ, ഫ്രഷ് കരഞ്ഞു പോയിരിക്കുകയാണ് രാവിലെ മുതൽ. നല്ല ഒന്നാം തരം ഡ്രാമയാണ് എന്നതിൽ യാതൊരുവിധ സംശയമില്ല. വാഴത്തോട്ടത്തിലും ജാസ്മിൻ ഒറ്റയ്ക്ക് പോയിരുന്ന് വിഷമിച്ചിരിപ്പുണ്ട്. ആ സമയത്ത് ശരണ്യ വരുന്നു. ഈ 2 സീരിയൽ നടിമാരും കൂടെ രാവിലെ തന്നെ അഭിനയിച്ച് കൊളവാക്കുന്ന കാഴ്ചയാണ് കണ്ടത് കേട്ടോ. ഗബ്രിയുടെ 4, 3, 7 വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയുള്ള ബെത്തപ്പാടിലാണ് രണ്ടുപേരും. ഇപ്പം ശരണ്യ ആയിക്കഴിഞ്ഞാലും അപ്സര ആയിക്കഴിഞ്ഞാലും സമാധാനിപ്പിച്ച് അങ്ങോട്ട് എന്താ പറയുക, അനിയത്തിക്കുട്ടിയെ പോലെ കണ്ടങ്ങ് സമാധാനിപ്പിക്കുകയാണ്. കണ്ടപ്പോ ചിരിയും കൂടെ വന്നു. ജാസ്മിന് സിമ്പതി വോട്ട് പിടിക്കാനാണ് എന്നെങ്കിലും പറയാം, ഇവരെന്തിനാണ് ഈ സമാധാനിപ്പിച്ച് ഈ വോട്ട് പിടിക്കാൻ നോക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾ വേണ്ടേ, വീണ്ടും കാണാം.